നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് +2 കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോഴേ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമ്മുടെ ഈ എഡ്നോറിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നത്? ജോബി ചേട്ടാ, എഡ്നോർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൽ മെയിൻലി MBBS, BDS, BSc നഴ്സിംഗ്, ആർട്സ് ആൻഡ് സയൻസ്, പാരാമെഡിക്കൽ കോഴ്സസ്, ഫാർമസി, അങ്ങനെ എല്ലാവിധ കോഴ്സുകൾക്കുള്ള അഡ്മിഷനാണ് നമ്മൾ അഡ്മിഷൻ ഗൈഡൻസ് ആണ് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ഈ നഴ്സിംഗ് പഠിക്കാനായിട്ട് കുട്ടികൾ മുഴുവൻ പുറത്താണ് പോയി പഠിക്കുന്നത്. അപ്പൊ കേരളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടി എഡ്നോർ എന്തൊക്കെ ചെയ്തു കൊടുക്കണേ? ജോബി ചേട്ടൻ ചോദിച്ചതിനുള്ള ആൻസർ ഉണ്ടല്ലോ, അത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി. എന്തായാലും അതിനുള്ള ആൻസർ എഡ്നോറിൽ നിന്ന് കിട്ടും. കേരളത്തിൽ സാധാരണഗതിയിൽ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം കുറവല്ല. അപ്പൊ എങ്ങനെ ഇവിടെ അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? ജോബി ചേട്ടാ, കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളടക്കം 158 നഴ്സിംഗ് കോളേജുകളാണ് ഉള്ളത്. അതിൽ 6750 സീറ്റാണ് വരുന്നത്. അത് കൊള്ളാലോ സംഭവം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അറിയണത്. അപ്പോഴേ ഇതിലേക്കുള്ള ഈ അലോട്ട്മെന്റ് ഒക്കെ എങ്ങനെ നടത്തണേ? ജോബി ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മളുടെ 158 നഴ്സിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ഗവൺമെന്റ് കോളേജുകളിൽ LBS വഴി നേരിട്ട് അലോട്ട്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ബാക്കി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 50% സീറ്റ് LBS വഴിയും ബാക്കി 50% സീറ്റ് മാനേജ്മെന്റ് വഴിയുമാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. എനിക്കൊരു സംശയം ഉണ്ട്. അപ്പൊ ഈ പകുതി സീറ്റ് മാനേജ്മെന്റ് നേരിട്ടാണോ ചെയ്യണത്? ജോബി ചേട്ടാ, നമ്മളെ ഗവൺമെന്റിന്റെ കീഴിലുള്ള LBS കൂടാതെ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ, അങ്ങനെ 2 മാനേജ്മെന്റ് അസോസിയേഷൻസ് ഉണ്ട്. അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ചെയ്യുന്നത്. ഇത്രയും സംഭവങ്ങളൊക്കെ അതിന്റെ ഇടയിൽ നടക്കണ്ടല്ലേ? അതില് പ്രൈവറ്റ് മാനേജ്മെന്റിന് കേരളത്തിൽ 49 കോളേജുകളാണുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ 34 കോളേജുകളും കേരളത്തിലാണ്. അതെ, അപ്പൊ ഈ 2 അസോസിയേഷനിൽ ഉൾപ്പെടാത്ത കോളേജ് ഉണ്ടാവില്ലേ? അവരെങ്ങനെയാ അലോട്ട്മെന്റ് നടത്തുന്നത്? ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സംശയം തന്നെയാണ്. ഇത് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലും ഉൾപ്പെടാത്ത കോളേജുകൾ അവർ സ്വന്തം നിലയ്ക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ച് അലോട്ട്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് അലോട്ട്മെന്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ജോബി ചേട്ടാ, ഈ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ NRI സീറ്റ്സ് അവർ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് അലോട്ട്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കേരളത്തിലൊക്കെ എങ്ങനെ ഈ അഡ്മിഷന്റെ പ്രൊസീജിയർ ഒക്കെ വല്ല എൻട്രൻസ് ഒക്കെ എഴുതണം അതിന് വേണ്ടിയിട്ട്? ഇല്ല ജോബി ചേട്ടാ, ഇപ്പൊ കേരളത്തിൽ നിലവിൽ എൻട്രൻസിന്റെ ആവശ്യമില്ല. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെയ്യുന്നത്. അതെ അല്ലേ? പല കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ട്, പക്ഷെ അവർ ആഗ്രഹിച്ച കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ നമ്മുടെ എഡ്നോർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക? ജോബി ചേട്ടാ, പല കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് കിട്ടാത്ത കാരണമാണ് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തത്. അവിടെയാണ് എഡ്നോറയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതെ, നല്ല മാർക്ക് ഉണ്ടായിട്ടെ കുട്ടികൾക്ക് അതാത് ജില്ലയിൽ അഡ്മിഷൻ ലഭിക്കില്ല. അതിന് കാരണം എന്താ? അതിലേക്കാണ് ജോബി ചേട്ടാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നല്ല മാർക്കുള്ള ഒരു കുട്ടിയായിരിക്കാം, അവർക്ക് ഇപ്പോൾ തൃശ്ശൂരുള്ള കുട്ടിയായിരിക്കാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കാം, ചിലപ്പോൾ കാസർഗോഡായിരിക്കാം, കണ്ണൂരായിരിക്കാം. അതെന്തുകൊണ്ട്? അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസ് കിട്ടാത്ത കാരണമാണ്. അവർക്ക് ആ സമയത്താണ് നമ്മൾക്ക് എഡ്നോറയുടെ ആവശ്യം വരുന്നത്. അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ അവർ വിചാരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർക്ക് അടുത്തുള്ള ജില്ലയിൽ അല്ലെങ്കിൽ അവരുടെ ജില്ലയിൽ തന്നെ അവർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതെ, അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇപ്പൊ നിങ്ങളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾക്ക് തന്നെ അവർക്ക് സീറ്റ് കിട്ടുമോ? തീർച്ചയായും ജോബി ചേട്ടാ, അവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച കോളേജിലേക്കുള്ള അഡ്മിഷൻ ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ കേരളത്തിന്റെ ഉള്ളിൽ അതേപോലെ പുറത്തേക്കുള്ള അഡ്മിഷൻ ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട? ഉണ്ട് ജോബി ചേട്ടാ, നമ്മൾ കേരളത്തിന് പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ കോയമ്പത്തൂര്, ചെന്നൈ, ബാംഗ്ലൂർ, മംഗലാപുരം, ഹൈദരാബാദ് ഇവിടെയൊക്കെ മികച്ച മെഡിക്കൽ കോളേജിൽ തന്നെ നമ്മൾ അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എഡ്നോറിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഈ പഠിച്ച് കഴിയുന്ന വരെ നമ്മളുടെ പരിപൂർണ്ണ അസിസ്റ്റൻസും അവർക്ക് ഉണ്ടാവില്ല. അതെ, പല കുട്ടികളും കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നു. അപ്പൊ കൃത്യമായിട്ട് അംഗീകൃതമല്ലാത്ത കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഗൈഡൻസ് കൂടെ പോകുമ്പോൾ അത് കൃത്യമായിട്ട് അംഗീകൃതമായിട്ടുള്ള കോളേജിൽ തന്നെ കിട്ടുമോ? ജോബി ചേട്ടൻ ഈ ചോദിച്ച ചോദ്യം കേരളത്തിലെ എല്ലാ പേരൻസിനുള്ള ഡൗട്ടാണ്. ഇപ്പൊ എഡ്നോറയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന അഡ്മിഷൻസ് അവർക്ക് എല്ലാവിധ അംഗീകാരങ്ങളുള്ള കോളേജുകൾ മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പൊ കുട്ടികളുടെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും. അപ്പോഴേ ഈ വീഡിയോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ +2 കഴിഞ്ഞിട്ട് എന്താ പറയാ, കുട്ടികൾ എവിടെ അഡ്മിഷൻ എടുക്കണം, എങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ എഡ്നോർ പോലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ ഈ സ്ഥലം എവിടെയാണെന്ന് കൃത്യമാണെന്ന് പറഞ്ഞു കൊടുത്തത്? ഇരിഞ്ഞാലക്കുടയിലാണ്, ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിലാണ്. അതെ അല്ലേ? അപ്പൊ എന്തായാലും ഇവരുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാൻ. തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തും. അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.